ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണേ. ഓൺലി സ്കിൻ കെയർ മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം എന്താണെന്നേ. അപ്പോൾ എവിടെ പോയാലും ഞാൻ കൂടുതലും സ്കിൻ കെയർ മാത്രമാണ് യൂസ് ചെയ്യാറ് മുഖത്ത്. പിന്നെ കല്യാണമൊക്കെ വലിയ ഫംഗ്ഷനൊക്കെ ഒരു മാത്രം എന്തെങ്കിലും ഫൗണ്ടേഷനൊക്കെ തേച്ചാലായേ. അപ്പം ഞാൻ കുറേ നാളായിട്ട് വൈറ്റമിൻ സിയുടെ ഈ സെറമാണ് ഫേസിൽ യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ദുബായിൽ നിന്ന് വാങ്ങിച്ചാണ് ലൈഫിൽ നിന്ന്. അപ്പോൾ 1.5 വർഷമായി അത് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇപ്പം പ്ലമ്മിൻ്റെ ആണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെയാണ് വേറൊരു റിനിയുടെ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു. അതിൻ്റെ തന്നെയാണ് ഈ സൺസ്ക്രീമേ. ഇതുമായിരുന്നു ഞാൻ സൺസ്ക്രീമായിട്ട് ഇപ്പം കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ പറഞ്ഞാൽ ഇപ്പം ഞാൻ പർപ്പിളി ഞാനും മജുവേട്ടനോട് പോയപ്പം ഈ സൺസ്കൂപ്പിൻ്റെ ഒരു പ്രൈമർ വിത്ത് ഇതുകൂടെ സൺസ്ക്രീമിനോടുള്ളൊരു ക്രീമാണ്. ഇതാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യും സൺസ്ക്രീമായിട്ട്. പിന്നെ 2 ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സെഫോറയുടെ ആണ്. ഇത് അനിയത്തി ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ട് തന്നാണേ. അപ്പോൾ ഇതും പിന്നെ ഈ ഇടയ്ക്ക് ഞാനൊരു ഫേസ് സ്കാനയുടെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചായിരുന്നു പർപ്പിളിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്ന ലിപ്പിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡെർംഡോക്കിൻ്റെ ഒരു ലിപ് ബാം ഉണ്ട് കേട്ടോ. സോറി, ഇതിപ്പം കാണിച്ചുകൊണ്ട് ഈ റിനിയുടെ ഒരു മസ്കാരയാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഫേസിൽ നിന്ന്. പിന്നെ ഡെർംഡോക്കിൻ്റെ ഒരു ലിപ് ബാമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് നല്ലതാണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഡാർക്ക്നെസ് ഒക്കെ കുറയും കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിട്ടിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ പോകുന്നത്. പിന്നെയാണെങ്കിൽ ഒരു ലിപ് ലൈനറാണ്. ഇത് ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. നേരത്തെ എവിടെ നിന്നോ വാങ്ങിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല. അതും ദുബായിൽ നിന്ന് വാങ്ങിച്ചാന്ന് തോന്നുന്നു. പിന്നെ ഞാനാണെങ്കിൽ സ്റ്റുഡിയോ എന്നൊരു ഐലൈനർ വാങ്ങിച്ചായിരുന്നേ. അപ്പം ഇത് യൂസ് ആകുന്നുണ്ട്. പിന്നെ എൻ്റെ ക്ലിപ്പൊക്കെയാണ്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാജോളിൻ്റെ ഐക്കോണിക് കാജലാണ്, ഈ ലാക്മിയുടെ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് ഇന്നത്തെ ഒരു മേക്കപ്പ്. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണേ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കണ്ട സിമ്പിൾ മേക്കപ്പ്. എവിടെ പോയാലും മുഖത്തൊരു കുരു വന്നു കേട്ടോ. എവിടെ ഒരുങ്ങിയാലും ഏതെങ്കിലും ചെറിയൊരു കുരു കാണും മുഖത്തെ. അങ്ങനത്തെ സിമ്പിൾ മേക്കപ്പ്, സ്കിൻ കെയർ മാത്രം ചെയ്തുകൊണ്ടൊരു മേക്കപ്പാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഫൗണ്ടേഷനൊന്നും അങ്ങനെ തേക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എവിടെയെങ്കിലും വലിയ ഫംഗ്ഷനോ വല്ലതും വരുവാണെങ്കിൽ മാത്രമേ ഇച്ചിരി ഫൗണ്ടേഷൻ മുഖത്ത് അപ്ലൈ ചെയ്തു, അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്ക് മാമാട്ട് റെഡി ആയി വന്നിരിക്കുവാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയെ.